ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വീണ്ടും സ്വാഗതം. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചു കൊള്ളുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും. ഹല്ലേലൂയ. എന്താണ് ഈ പഴയ തുരുത്തി? നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പാപം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അതേ സഹോദരങ്ങളെ, ദൈവഹിതത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്ന ചില മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആരോടൊക്കെ ഇടപെടുന്നു. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് ചെയ്യാൻ കഴിയാതെ വണ്ണം നിന്നിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മറനീക്കി പുറത്തു വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. യെസ്, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അധരങ്ങളെ തുറന്ന് ശത്രു കേൾക്കെ വിളിച്ചു പറ, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇനി എൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതമത്രേ എന്നിൽ നിവർത്തിക്കപ്പെടുവാൻ പോകുന്നത്. നീ ഇത് വിശ്വാസത്തോടെ വിളിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു, നിന്റെ മേൽ ഇതുവരെ ആധിപത്യം നടത്തിയിരുന്ന സകല പൈശാചിക പ്രവൃത്തികളെയും അഴിപ്പാൻ എൻ്റെ നസ്രായൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ പുതുക്കി പണിയുന്നു. നിൻ്റെ കല്ല് പോലുള്ള ഹൃദയത്തെ അവൻ മാംസളമാക്കി പണിയുന്നു. ഇനി സാത്താൻ നിന്നെ തൊടാതെ വണ്ണം അവൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിൻ്റെ പലകമേൽ പരിശുദ്ധാത്മാവ് എഴുതി ചേർക്കുന്നു. നിൻ്റെ മനസ്സ് രൂപാന്തരപ്പെടുന്നു. അതെ, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. നീ ഇന്നു മുതൽ ആത്മാവിനാൽ ദൈവിക പദ്ധതിയിലേക്ക് നയിക്കപ്പെടുന്നു. ഈ സമയം കണ്ണുകളെ അടച്ച് ആ സ്വർഗീയ പിതാവിനോട് പറഞ്ഞാട്ടെ, അപ്പാ, നീ എന്നെ ഒരു പുതിയ തുരുത്തിയായി പണിഞ്ഞെടുത്തതിന് നന്ദി. ആത്മാവിൻ്റെ ആ പുതുവീഞ്ഞ് എൻ്റെ മേലൊന്ന് പകർന്നാട്ട കർത്താവേ. അന്ത്യകാല ഉണർവിനായി അങ്ങയുടെ ആത്മാവിൻ്റെ പുതുവീഞ്ഞ് അങ്ങ് എൻ്റെ മേൽ ഇപ്പോൾ പകർന്നതിനായി നന്ദി അപ്പ. അത്ഭുത വിടുതലിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിടുതലിനായി കരങ്ങളെ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. വീണ്ടും കാണുവോളം ദൈവം എല്ലാവരെയും തൻ്റെ ചിറകടിൽ മറയ്ക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.